മോളീസ് കിച്ചണിലേക്ക് സ്വാഗതം. നാളെ എൻ്റെ അനിയൻ്റെ മോൻ്റെ കല്യാണമാണ്. ഇതാണ് എൻ്റെ അമ്മാവനും അമ്മാവിയും, രണ്ടുപേരും മരണപ്പെട്ടു. ഇതാണ് എൻ്റെ അനുജൻ. കൊറോണ സമയത്ത് എൻ്റെ അനുജൻ മരണപ്പെട്ടു. എൻ്റെ അനിയൻ്റെ മോൻ്റെ കല്യാണമാണ് നാളെ. ഇന്ന് തലേക്കൻ ദിവസമാണ്. നമ്മളെല്ലാം അനിയൻ്റെ വീട്ടിലുണ്ട്, പാമ്പുറം. ഇത് അതിൻ്റെ ഇളയ അനിയൻ്റെ പെണ്ണാണ് നിൽക്കുന്നത്. എല്ലാവരും അനിയൻ്റെ വീട്ടിലുണ്ട്. ഇത് അവളെ കൂട്ടുകാരിയാണ്. അവളെ അനിയത്തിയുടെ നാത്തൂനാണ് ബാക്കിൽ നിൽക്കുന്നത്. നമ്മളെല്ലാം ആ വീട്ടിലുണ്ട്. ഈ മോൻ്റെ കല്യാണമാണ്. അപ്പം ഡ്രസ്സും കൊണ്ട് ഇന്നിപ്പം വേറെ പരിപാടിയൊന്നുമില്ല. ഇന്ന് ഡ്രസ്സും കൊണ്ട് പോകാനുള്ള പരിപാടിയാണ്. ഇതാണ് അനിയത്തി, അനിയൻ്റെ ഭാര്യ അതാണ്. അപ്പോൾ ഡ്രസ്സും കൊണ്ട് പോകാനായിട്ട് വിളക്കൊക്കെ കത്തിച്ചു. ഇത് അവളെ അനിയത്തിയുടെ മോളാണിത്. അപ്പം മോളാണ് നാത്തൂൻ. ഇത് അനിയത്തിയിൽ നിന്ന് തൊഴുത് ഡ്രസ്സ് കൊണ്ടുപോകാനായിട്ട് വാങ്ങുകയാണ്. അപ്പോൾ അവൾ ഡ്രസ്സ് അവളെ കൊടുത്തു. എന്നിട്ട് അനിയത്തി മോൾ നോക്കുകയാണ്, എന്ത് ചെയ്യണം എന്ന് നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഡ്രസ്സ് കൊണ്ട് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ്. അവൾ അനിയത്തിയാണ് നിൽക്കുന്നത്. എന്നിട്ട് അവരെല്ലാവരും കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് എല്ലാവരെയും നിർത്തി ഫോട്ടോ എടുക്കാനായിട്ട് അങ്ങോട്ട് നിർത്തുകയാണ്. അപ്പോൾ അനിയത്തിയും ഇത് അവളെ അനിയത്തിയുടെ മോളാണ്. മോനും അവർ 3 പേരും കൂടെ നിന്ന് നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അവർ 3 പേരും കൂടി ഇപ്പോൾ നിൽക്കും. അപ്പോൾ അങ്ങോട്ട് ബേക്കിലോട്ട് മാറാൻ അവിടെ 2 കസേര ഇരിക്കുന്നത് കാരണം അവർ 3 പേരും കൂടെയാണ് നിൽക്കുന്നത്. അനിയൻ്റെ ഭാര്യയും അനിയൻ്റെ മോനും അവൾ അനിയത്തിയുടെ മോളും അവർ 3 പേരും കൂടിയാണ് നിൽക്കുന്നത്. കണ്ടു, വിളക്ക് അവിടെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഡ്രസ്സും കൊണ്ട് പോകാനായിട്ട് റെഡിയാവുകയാണ്. അപ്പം കൊണ്ട് ഇറങ്ങുന്ന രംഗമാണ് കാണുന്നത്. അപ്പം വാളത്തുങ്കലാണ് ഇത് ഡ്രസ്സും കൊണ്ട് പോകാനുള്ളത്. അപ്പോൾ എല്ലാവരും അത് മാമിയാണ്, അണ്ണൻ്റെ മാമിയാണത്. അപ്പോൾ അത് അവൾ അനിയത്തിയാണ്, മോള്, അണ്ണൻ എല്ലാവരും ഉണ്ട്. അപ്പം ഡ്രസ്സും കൊണ്ട് അവരെ ഇറക്കി വിട്ട് അങ്ങോട്ട് ഒരു മിനി വണ്ടിയിലാണ് പോകുന്നത്. മിനി ബസ് താഴെ വന്ന് കിടപ്പുണ്ട്. അപ്പം എല്ലാവരും ഇറങ്ങിയപ്പോൾ ഞാൻ നോക്കിയപ്പം അവളും അവളെ അമ്മയും മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാനിങ്ങ് കയറി. കാര്യം എല്ലാവരും കൂടെ അങ്ങനെ അങ്ങ് പോകുമ്പോഴത്തേക്ക് നമ്മൾ ആരെങ്കിലും ഒന്ന് വരുമ്പം വീട്ടിൽ ആരും ഇല്ലാതെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞ അണ്ണനും മോളും പോവേണ്ടേ. ഞാൻ 1-2 പ്രാവശ്യം പോയി മോളെ അവിടെ പോയിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഞാൻ പോയില്ല. ഞാൻ തിരിച്ച് കയറി. ഞാൻ വീട്ടിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെ യാത്രയാക്കിയിട്ട് ഞാൻ അതുവരെ ഉള്ളത് ഞാൻ പിടിച്ചു. അവരെല്ലാവരും പോവുകയാണ്. കുറച്ച് പേരേ പോയുള്ളൂ. അണ്ണൻ പോകുന്നുണ്ട്. കുട്ടൂസുമോൻ മോള്, അതവളെ കൂട്ടുകാരി, അവളെ കൂട്ടുകാരിയുടെ മരുമോള്, എല്ലാവരും ഉണ്ട്. അവരെല്ലാവരും ഉണ്ട്. അങ്ങനെ കുറച്ച് പേരേ ഉള്ളൂ. അപ്പം ഡ്രസ്സ് കൊണ്ട് പോക്ക് സ്ഥലത്തൊക്കെ ഒരുപാട് പേര് പോകുന്നുണ്ട്. അത് സൂര്യണ്ണൻ്റെ മൂത്തച്ഛൻ്റെ മോളാണ്. അതവളെ മോളെ കൊച്ച്. അങ്ങനെ അവരെല്ലാവരും കൂടി പോവുകയാണ്. മോനാണ്, ആ മോൻ്റെ കല്യാണമാണ്. അങ്ങനെ അവരെല്ലാവരും കൂടി ഇതേ പോയി. അത് അവർ പോയതിന് ശേഷം ഇത് അനിയത്തിയുടെ കൂട്ടുകാരി ഒന്ന് വന്നതാണ്, കുടുംബശ്രീയിൽ ഉള്ളത്. അങ്ങനെ പിടിച്ചതാണ് ഞാൻ. പിന്നെ അവർ പോയവർ തിരിച്ച് വന്നതാണ്. തിരിച്ച് വന്നതല്ല, അവർ പോണതിന് മുമ്പേ പിടിച്ചത് തന്നെയാണ്. ഇതവർ പോണതിന് മുമ്പേ ഞാൻ പിടിച്ചത് തന്നെയാണ്. അവർ വെളിയിലോട്ടിറങ്ങി പോണത് ഞാൻ പിടിച്ചതാണ്. ഇവരെല്ലാം ഒരുങ്ങിയൊക്കെ ഇരുന്നപ്പോൾ ഞാൻ പിടിച്ചതാണ്. അത് പിന്നെയാണ് ഇതിൽ വന്നത്. ഇതവർ ഒരുങ്ങിയിരുന്നപ്പോൾ ഞാൻ പിടിച്ചതാണ്. പിന്നെയാണ് അവർ ഇറങ്ങിപ്പോയത്. ഇതിന് മുമ്പേ ഉള്ളതാണ്. അവർ പോകാനായിട്ടൊക്കെ ഒരുങ്ങി റെഡിയായിരിക്കുന്ന കുട്ടൂസുമോനും എല്ലാം പോകാനായിട്ടാണ് ഒരുങ്ങി റെഡിയായിരിക്കുന്നത്. മോളും അപ്പം മോളോടെ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞില്ലെന്ന്. ഇതാണ് എൻ്റെ മോള്, ഇതാണ് അനിയൻ്റെ മോള്, ഇളയ അനിയൻ്റെ മോളും മോളെ കൊച്ചുമാണ്. ഇതേ കണ്ടോ, അനിയൻ്റെ മോള് എൻ്റെ മോളെ പോലെ തന്നെയല്ലേ. അവർ രണ്ടുപേരും ഏകദേശം ഒരു മുഖച്ചയിലാണ്. അനിയൻ്റെ മോളെ കൊച്ച്. നീ കൊണ്ടുപോകാനുള്ള ഡ്രസ്സ്, അതിനുള്ള സാധനങ്ങളെല്ലാം അതിനകത്തുണ്ട്. എല്ലാ സാധനങ്ങളും അതിന് വേണ്ടുന്ന എല്ലാ ഡ്രസ്സും അതിനകത്തുണ്ട്. അണ്ണനും മോളും കുട്ടൂസും മോനും കൂടെ അവിടെ ഇരിക്കുകയാണ്. അച്ചാച്ചനും മോനും കൂടെ എപ്പോഴും ഞോണ്ടിക്കൊണ്ടത് അവളെ അമ്മയാണ്.
എപ്പോഴും ഞോണ്ടിയിരിക്കും രണ്ടുപേരും കൂടെ. ഒരു നേരം അവർ അച്ചാച്ചന് കുട്ടൂസുമോ ഇല്ലെങ്കിൽ ഭയങ്കര പഞ്ചുമാണ്. എന്നാൽ രണ്ടുപേരും കൂടെ ഞോണ്ടിയിരിക്കും. ഇത് അനിയത്തിയുടെ മോളും അവളെ ഉടപ്പിറന്നവൻ്റെ മോളും കൂടെ ചെന്ന് അങ്ങനെ ഇരുന്നതാണ്. അപ്പോഴും ഞാൻ പക്ഷേ ഇവിടെ നിന്ന് പിടിച്ചിട്ട് ഒരു ക്ലാരിറ്റി കിട്ടിയില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു ക്ലാരിറ്റി കിട്ടുന്നില്ല എന്ന്. അവർ ചെറുക്കനും പെണ്ണിനും നാളെ ഇരിക്കാനായിട്ട് റിസപ്ഷൻ ഇരിക്കാനായിട്ട് കൊണ്ടിട്ടിരിക്കുന്ന അതിലിരിക്കുകയാണ് അവർ രണ്ടുപേരും കൂടി. അപ്പം നാളത്തേക്കുള്ള ഇതാണ് ഇങ്ങനെ പന്തലൊക്കെ ഇട്ട് നനച്ചിട്ടേക്കുന്നത്. ഇവിടെയും പന്തലുണ്ട്. ഇവിടെയും ഒരു ഇതായിട്ടൊക്കെ രണ്ട് രീതിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പന്തലുണ്ട്. അങ്ങ് താഴത്തെ തട്ടിൽ ഇവിടെ നിരത്തി അവിടെയും ഒരു വലിയ പന്തലുണ്ട്. നാളെ റിസപ്ഷനും മറുവീടും എല്ലാം നാളെ എല്ലാം കൂടെ കല്യാണം കഴിഞ്ഞിട്ട് വൈകിട്ട് ഒത്താണ്. അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ തലേക്കുന്ന ദിവസം ഇവിടെ പരിപാടിയൊന്നുമില്ലായിരുന്നു. ഉച്ചയ്ക്ക് ഊണ് വരുത്തി, ഉച്ചയ്ക്ക് ഊണ് കഴിച്ചു. അല്ലാതെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഇതൊന്നുമില്ലായിരുന്നു. ഞാൻ ഡ്രസ്സ് കൊണ്ടുപോക്കും അതേ ഉള്ളായിരുന്നു. ഇതിപ്പോൾ അവരെ വീട്ടിൽ ഡ്രസ്സും കൊണ്ട് അവർ ചെന്ന് നമ്മൾ എത്തിയിട്ട് ഡ്രസ്സ് ഉടുപ്പിൻ്റെ അവരെ വീട്ടിലെ വീഡിയോയാണ്. ഡ്രസ്സ് കൊണ്ട് ചെന്നു. ഇത് അനിയത്തിയുടെ മോളായിരുന്നു നാത്തൂൻ. അങ്ങനെ ഡ്രസ്സ് കൊടുക്കാനായിട്ട് ഒരു അനുഗ്രഹം മേടിക്കുന്നൊരിതാണ്. അപ്പോൾ ഡ്രസ്സ് കൊടുക്കാനായിട്ട് പോവുകയാണ്. ആ മോള് ഇട്ടേക്കുന്നത് നല്ല രസമുണ്ട്. മോനാണ് അടുത്ത് നിൽക്കുന്നത്, അനിയൻ്റെ മോൻ. അവിടെ അനിയത്തിയുടെ മോളാണ് നാത്തൂൻ. ഡ്രസ്സ് കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പം കൊടുക്കട്ടെ എന്ന് എല്ലാവരുടെയും ചോദിക്കുകയാണ്. ആ മോളെ അച്ഛനും അമ്മയാണ് അടുത്ത് നിൽക്കുന്നത്. കൊടുത്തു. അവരവർ സ്നേഹ സമ്മാനം മോൾക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തിട്ട് ഇവർ നിന്ന് ഫോട്ടോയൊക്കെ എടുക്കുന്നതാണ്. ഡ്രസ്സ് കൊടുപ്പ് വീണ്ടും ഒന്നുകൂടി വന്നതാണ്. അത് ചില വീഡിയോകളൊക്കെ അങ്ങനെ ഒന്നുകൂടെ വന്നിട്ടുണ്ട്. അതിൽ സോറി, ക്ഷമിക്കുക. നമ്മളത് ഇങ്ങനെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അതങ്ങനെ വരുന്നതാണ്. പിന്നെ നമ്മൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് കൊണ്ട് അത് നമുക്ക് വെട്ടി മാറ്റാനും പറ്റുന്നില്ല. അതിൻ്റെ ഇതെനിക്ക് അറിയത്തുമില്ല. നമ്മൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നത് കൊണ്ട് അത് വീണ്ടും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. അത് ക്ഷമിക്കുക. അതെനിക്ക് വെട്ടി മാറ്റാനും അത് അറിയത്തില്ല കേട്ടോ. അതൊന്നുകൂടെ കാണിച്ചു. അപ്പോൾ അത് അങ്ങനെ വന്നതിൽ ക്ഷമിക്കുക. അപ്പോൾ ഇത് വൈകിട്ട് ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല ഒരു ഭംഗിയുണ്ട് കേട്ടോ. പന്തലൊക്കെ ഇട്ടേക്കുന്നത് നാളെ ചെറുക്കനും പെണ്ണിനുമൊക്കെ ഇരിക്കാനുള്ള, വൈകിട്ട് റിസപ്ഷൻ ഇരിക്കാനുള്ള ഒരു വൈകിട്ടത്തെ ഒരു റിസപ്ഷന് വേണ്ടി ഒരുക്കിയിട്ടിരിക്കുന്ന ഒരു ഇതാണ്. ഇന്ന് രാത്രി വൈകിട്ടായപ്പം ലൈറ്റൊക്കെ ഇട്ടപ്പോൾ നല്ല ഒരു ഭംഗിയുണ്ട്. ഇത് വീട്ടിനോട് ചേർന്നിട്ടതിൽ മാത്രമാണ്. താഴെ ഒരു വലിയൊരു ഇത് താഴെ ഇട്ടിട്ടുണ്ട്. ഇത് വീട്ടിനോട് ചേർന്ന് മാത്രം ഇട്ടിരിക്കുന്നതാണ്. അങ്ങനെ അനിയനും കൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ത് ഒരു സന്തോഷമായിരുന്നേ. ഇത്രയുമായിരുന്നു ഇന്നത്തെ വിശേഷം. നാളെ കല്യാണ വീഡിയോയും റിസപ്ഷൻ്റെ വീഡിയോയുമായിട്ട് നാളെ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ, ബൈ.